വർക്കല ഇടവയിലെ മേൽപ്പാല നിർമ്മാണം പൊതുജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന പരാതി. കഴിഞ്ഞ കുറച്ചുനാളായി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കോടതി മുഖേന സ്റ്റേ പുറപ്പെടുവിക്കുകയും സ്ഥലമേറ്റെടുക്കലും മറ്റും തർക്കത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയുമാണ്. സ്ഥലമേറ്റെടുപ്പ് ഘട്ടം ഘട്ടമായി നടന്നപ്പോഴും ചിലയിടങ്ങളിൽ വേണ്ട മാനദണ്ഡങ്ങൾ അധികൃതർ പാലിച്ചില്ല എന്നായിരുന്നു ആക്ഷേപം. വിവിധയിടങ്ങളിലാണ് മേൽപ്പാല നിർമ്മാണത്തോടനുബന്ധിച്ച് സ്ഥലമെടുപ്പിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. എൻ്റെ പേര് ഇർഷാദ്. ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. നിലവിലുള്ള വിഷയം എന്ന് പറയുന്നത് റെയിൽവേ ഓവർബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലവിലുണ്ട്. അപ്പോൾ അതിൽ ഇവരുടെ ഈ ലാൻഡ് അക്വിസിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഓർഡറാണ്. പക്ഷേ അത് ഈ ഉത്തരവ് നിലവിൽ ഉള്ളപ്പോഴേ തന്നെ ഇവർ പണി ചെയ്തപ്പോൾ അവരുടെ അടുത്തത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നും അവർ സ്റ്റോപ്പ് ചെയ്യാതെ ഒരു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴത് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. കാരണം ഇതിന് ശേഷം ഞങ്ങൾ ഒരു റെഡ് പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അത് സ്റ്റേ ഓർഡർ ഇഷ്യൂ ചെയ്തതാണ്. അപ്പോൾ ഇതൊന്നും കേൾക്കാതാണ് അവർ വീണ്ടും അത് ചെയ്തുകൊണ്ടിരുന്നത്. തുടർന്ന് ഈ വിഷയത്തിൽ തങ്ങളുടെ വസ്തു ഏറ്റെടുപ്പുമായി തർക്കമുള്ളവർ ചേർന്ന് നൽകിയ പരാതിയിന്മേൽ സുപ്രീം കോടതി സ്റ്റേ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതോടെ പൊളിച്ചു നീക്കലും താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. എന്നാൽ സ്റ്റേ നിലനിൽക്കുമ്പോഴും ചിലയിടങ്ങളിൽ സ്ഥലമേറ്റെടുപ്പും പൊളിച്ചു നീക്കലും അധികൃതരുടെ ഒത്താശയോടെ നടന്നിട്ടുണ്ടെന്നും പരാതിക്കാർ ആക്ഷേപമുന്നയിക്കുന്നു. കാരണം ഇത് പൊളിക്കാനുള്ള ഏകദേശമൊക്കെ അവരത് പൊളിച്ചു കഴിഞ്ഞു. കാരണം ഇവരത് പൊളിക്കാനായിട്ട് തുടങ്ങിയത് തന്നെ എല്ലാം പൊളിച്ചെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. ശരിക്കും പൊളിച്ചു തുടങ്ങിയെന്ന് പറയുന്നത് ഈ സുപ്രീം കോടതി ഓർഡർ വന്നതിന് ശേഷമാണ്. അവർ പറഞ്ഞാൽ അത് പെറ്റീഷനേഴ്സിന് മാത്രമാണ് ബാധകം എന്നാണ്. കാരണം ഇനി ഇത് കേസ് തീരുന്നവരെ അത് സ്റ്റേ ആണത്. സാധാരണ സുപ്രീം കോടതിയുടെ സ്റ്റേ വരുമ്പോഴത്തേക്ക് അങ്ങനെ വരുന്നത്. ഇല്ല, വികസനത്തിന് ആരും തടയുന്നില്ല. നിലവിലുള്ള റോഡിൽ കൂടെ പോകണമെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരത്തില്ലല്ലോ. ഇതിപ്പോഴും വരുന്നതെന്ന് പറയുന്നത് പിന്നെ ഇടവേ നൈരൂരിൽ പോകുന്ന റോഡിൽ കയറിയിട്ട് കാപ്പിലച്ചസ് റോഡിലോട്ട് വന്ന് അവിടെ നിന്ന് ലെഫ്റ്റിൽ തിരിഞ്ഞാണത് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അക്വിസിഷൻ വന്നത്. ഈ കേസ് വന്നത് അതുകൊണ്ടാണ്. നിലവിലുള്ള റോഡിൽ അത് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനുള്ള സ്ഥലവും ഉണ്ട്. ആൾക്കാരുടെ ഇടപെടലാണ്. അത് നമുക്കത് കൃത്യമായിട്ട് നമ്മൾ പറയാൻ പറ്റത്തില്ല. അത് ചില ബാഹ്യ ഇടപെടലുകൾ മൂലമാണ് ബൈപ്പാസ് നിർമ്മാണത്തിനായുള്ള സ്ഥലമേറ്റെടുപ്പിൽ ഇത്തരത്തിൽ തീരുമാനമെടുത്തതെന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നത്. 6ഓളം കുടുംബങ്ങൾ നൽകിയ പരാതിയിന്മേൽ നടപടിയെടുത്ത ശേഷം മേൽപ്പാല നിർമ്മാണത്തിനായുള്ള സ്ഥലമേറ്റെടുക്കൽ പുനർപരിശോധിക്കണം എന്നാണ് ഇക്കൂട്ടരുടെ ആവശ്യം. വിസ്മയ ന്യൂസ്, വർക്കല.